പ്രിയമുള്ളവരെ, ശശിധരൻസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് സാധാരണ പോലെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായ ഒരു കഥയാണ്, ഒരു സംഭവമാണ് പറയാൻ പോകുന്നത്. ഇതിന് തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്ന 2 എക്സ്-പാർട്ടികൾ, അതായത് ജീവിതത്തിൽ ഉണ്ടായ എക്സ്-പാർട്ടി വിധികൾ, കോടതി വിധികൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെറുപ്പത്തിലെ അമ്മ മരിച്ച തലശ്ശേരിയിലാണ് വീട്. അമ്മ മരിച്ചത് കാരണം അമ്മയുടെ ആൾക്കാരുടെ സംരക്ഷണത്തിലായിരുന്നു വളർന്നിരുന്നത്. അങ്ങനെ അച്ഛൻ വേറെ കല്യാണമൊക്കെ കഴിച്ചു തമിഴ്നാട്ടിൽ വേറെ ഭാര്യ മക്കളായി ജീവിക്കുകയാണ്. നമുക്കും പണമെല്ലാം അയക്കുമായിരുന്നു, ചെറിയൊരു അന്നത്തെ ഒരു എമൗണ്ട് അയക്കുമായിരുന്നു. പക്ഷേ ഞങ്ങളെ കാര്യമായും വളർത്തിയിരുന്നത് 2 അമ്മയുടെ ജ്യേഷ്ഠത്തിമാരാണ്. ഒരാൾ ടീച്ചറാണ്, ഒറീസയിലെ അന്ന് ഹസാരിബാഗ് എന്ന് പറഞ്ഞ ടീച്ചറാണ്. അവർ പണം അയക്കും, അതിൻ്റെ കൂടെ നമ്മുടെ ഇവിടെയുള്ളവർ നമ്മുടെ ബാക്കി കാര്യങ്ങൾ നോക്കും. അങ്ങനെ വളർന്നു. നമ്മൾ ഓർമ്മ വെച്ചാൽ നാൾ മുതൽ തലശ്ശേരിയിലുണ്ടായിരുന്ന വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ അച്ഛൻ്റെ ചെറിയൊരു വരുമാനം, മൂത്തമ്മയ്ക്കുന്നതിൻ്റെ ഇരട്ടിയുള്ള വരുമാനവും, പിന്നെ നമ്മളൊരു സ്ഥാപനം തൊട്ടുള്ള ഒരു സ്ഥാപനം വാടക കൊടുത്തിരുന്നു. അതിൻ്റെയൊക്കെ വരുമാനത്തിലാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ അച്ഛൻ കേസ് കൊടുത്തു. കാരണം നമ്മളെ പണ്ട് ഒരു മുകുന്ന ടാക്കീസ് തലശ്ശേരിയിലുണ്ടായിരുന്നു, അത് ഇപ്പോൾ ഇല്ല. തലശ്ശേരി മുകുന്ന ജംഗ്ഷൻ എന്ന് പറയും. അവിടെ നമ്മളിവിടെ ബോളിന് കാറ്റടിക്കാൻ പോയപ്പോൾ അച്ഛൻ വന്നു പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ടേക്ക് അച്ഛൻ്റെ ബിസിനസ് ധാരാവരം തമിഴ്നാട്, ഇവിടെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു, അങ്ങനെ ചോദിക്കാതെ വരാൻ പറ്റില്ല, നമ്മൾ ഏതായാലും ഇവിടെ പഠിക്കുകയാണ്, ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് വരാമെന്ന കാര്യം ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറ്റില്ല, പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ വേറെയായിട്ട് ബന്ധപ്പെട്ടാലും തൽക്കാലം അയക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കേസ് കൊടുത്തു. അച്ഛൻ മൂത്തമ്മയുടെ പേരിൽ, നാട്ടിലുണ്ടായിരുന്ന മൂത്തമ്മയുടെ പേരിൽ കേസ് കൊടുത്തു. കുട്ടികളെ പിടിച്ചു വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് കേസ് കൊടുത്തിരിക്കുന്നത്. കുട്ടികളെ പിടിച്ചു വച്ചിരിക്കുന്നു, എൻ്റെ മക്കളെ പിടിച്ചു വച്ചിരിക്കുന്നു, തരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അച്ഛൻ്റെ ഉദ്ദേശം വേറെയാണ്, അത് ഞാൻ ഇപ്പോൾ പറഞ്ഞ് ഇതാക്കുന്നില്ല. കുറച്ച് സ്വത്തുക്കളെല്ലാം പണമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റുകയായിരുന്നു ലക്ഷ്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, കേസ് അങ്ങനെ തലശ്ശേരിയിലെ പ്രഗത്ഭനായ ഒരു വക്കീലായിരുന്നു അച്ഛൻ്റെ വക്കീൽ. നമ്മുടെ വക്കീലും പ്രഗത്ഭൻ തന്നെ, പക്ഷേ നമുക്ക് ഇത്ര സാമ്പത്തികം കുറവായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ഉണ്ട് ഏർപ്പാട്. അച്ഛൻ്റെ വക്കീൽ എന്ത് ചെയ്തു, നമ്മുടെ വക്കീലിനെയും ഇങ്ങോട്ട് കൂട്ടി അത് രണ്ടാളും ഒന്നായി നമ്മളെ കേസിൻ്റെ വിചാരണ സമയമൊന്നും അറിയിക്കാതെ, അമ്മയുടെ വീട്ടുകാരെ അറിയിക്കാതെ, അമ്മ ഒറ്റയാൾ മാത്രമേ ഉള്ളൂ, മൂത്തമ്മ. അവർ നമ്മളെ കാര്യം നോക്കണം, അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കില്ല. അവസാനം ഇങ്ങനെ കേസ് നിങ്ങൾ നോക്കണ്ട, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് നമ്മളെ വക്കീൽ പറഞ്ഞു. പക്ഷേ എങ്കിൽ ആ 2 പ്രഗത്ഭരായ അന്നത്തെ 2 വക്കീലുമാർ ഒത്തു, പണത്തിൻ്റെ ബലം കൊണ്ട് ഒത്തു, നമ്മളെ അറിയിക്കാതെ കേസ് എക്സ്-പാർട്ടി വിധിയായി. നമ്മളെ വിധി വന്നു. വിധിയിൽ നമ്മൾ ഹാജരാകാത്ത അമ്മയുടെ ആൾക്കാർ ഹാജരാകാൻ വക്കീൽ നമ്മളെ അറിയിച്ചില്ല, നമ്മുടെ വക്കീൽ നമ്മളെ അറിയിച്ചില്ല. അങ്ങനെ എക്സ്-പാർട്ടിയായി നമ്മളെ അച്ഛനെ വിട്ടുകൊടുക്കുന്ന ഒരു അവസരം വന്നു. അപ്പോൾ അന്ന് കേസ് കേൾക്കാൻ നമ്മുടെ ബന്ധുക്കൾ ചിലർ വന്നിരുന്നു. ആ ബന്ധുക്കൾ നമ്മളായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ബന്ധുക്കളാണ്. അവർക്ക് നമ്മളൊക്കെ ഇപ്പോൾ അച്ഛനെ എപ്പോഴെങ്കിലും കാണുന്നൊരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് അവരുടെ കൂടെ പോകാൻ താല്പര്യമില്ലായിരുന്നു. മാത്രമല്ല, നമ്മളിവിടെ പഠിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ കരയാൻ തുടങ്ങിയപ്പോൾ അന്ന് പ്രഗത്ഭനായ PR കുറുപ്പ് എന്ന അദ്ദേഹം ഉണ്ടായിരുന്നു എന്നാണ് പിൽക്കാലത്ത് പറയുന്നത് കേട്ടതാണ്, അറിയില്ല. അപ്പോൾ അവർ ചോദിച്ചു, എന്തായി വിഷയമൊന്നെല്ലാം ചോദിച്ചു, ബഹളമെല്ലാം കേട്ടിട്ട്
അപ്പോൾ ഈ നമ്മുടെ ബന്ധുക്കൾ, അമ്മയുടെ കൂടെയുള്ള ബന്ധുക്കൾ പറഞ്ഞു അങ്ങനെ അയാൾക്ക് വിട്ടുകൊടുത്താൽ ശരിയാവില്ല. കോടതി വിട്ടുകൊടുത്തെങ്കിലും കോടതിയും അർദ്ധ മനസ്സോടെയാണ് വിട്ടുകൊടുത്തത്. വേറെ തെളിവൊന്നുമില്ല, ഇങ്ങനെ എക്സ്പെർട്ട് ഹാജരായില്ലല്ലോ. അങ്ങനെ അർദ്ധ മനസ്സോടെ വിട്ടുകൊടുത്ത നമ്മളെ പിന്നെ കോടതി ഒന്ന് വിട്ട്. പക്ഷേ അങ്ങനെ വിടാൻ തയ്യാറായിരുന്നില്ല നമ്മുടെ അമ്മയുടെ വീട്ടുകാർ. അവർ എന്ത് ചെയ്തു, നമ്മളെ ബലാത്കാരമായി അവിടെ നിന്ന് മാറ്റി നമ്മുടെ കേരള പോലീസ് എത്താത്ത സ്ഥലത്തേക്ക് മാറ്റി. അങ്ങനെ ഒരു വണ്ടിയിൽ പോയപ്പോൾ ഓർമ്മയുണ്ട്, പണ്ട് വത്തക്കെല്ലാം കൊണ്ടുവന്നൊരു വാഹനത്തിലാണ് നമ്മൾ പോയത്. കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. അങ്ങനെ നമ്മൾ പല സ്ഥലത്തും താമസിച്ചു, ഒളിവിൽ കഴിയുന്ന പോലെ താമസിക്കേണ്ടി വന്നു. അവിടെ നിന്ന് നമ്മുടെ ഒരു അമ്മയുടെ ജ്യേഷ്ഠത്തെ ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഹസാരിബാഗിലുണ്ടായിരുന്നവർ പിന്നീട് ഒറീസയിലാണ് ഒറീസ കട്ടക്ക് എന്ന് പറയും, അവിടത്തേക്ക് വന്നു. വരെ നിന്ന് ജീവനോടെ ഉണ്ടാവാൻ വഴിയില്ല, കാരണം ഉണ്ടെങ്കിൽ തന്നെ 100-110 വയസ്സൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇപ്പോൾ ഇവരെ നമ്മളെ അമ്മയുടെ ആൾക്കാരെ ഇങ്ങനെ ചെയ്തത് കാരണം അച്ഛൻ പിന്നെ അവരൊന്നും ചെയ്തില്ല എന്നാണ് തോന്നുന്നത്, പോലീസിലൊന്നും കൊടുത്തില്ല. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിന്ന് നിൽക്കക്കലിയില്ലാതെ നാട് വിടേണ്ടി വന്നു. ഏകദേശം നെഹ്റു ഒക്കെ മരിച്ച ഓർമ്മയുണ്ട്. ആ കൊല്ലം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകേണ്ടി, ഒറീസയിലേക്ക് പോകേണ്ടി. അപ്പോൾ നമ്മൾ 3 പേർ ക്ഷണിക്കാത്ത അതിഥികളെ പോലെ ഒറീസയിലേക്ക് മൂത്തമ്മയുടെ അടുത്തേക്ക് പോകേണ്ടി വന്നു. മൂത്തമ്മയുടെ ഭർത്താവ് ഒരു ടയർ കമ്പനി നടത്തുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മളിങ്ങനെ പോയപ്പോൾ 3 പേരുടെ ചിലവുണ്ടല്ലോ, നമ്മൾ കുട്ടികളാണെങ്കിൽ നമുക്ക് ചിലവുണ്ടല്ലോ. അപ്പോൾ മൂത്തമ്മക്ക് അതൊരു വിഷമമായി. അപ്പോൾ മൂത്തമ്മ പണ്ടാദ്യം ജോലി ചെയ്ത് ടീച്ചറായി ജോലി ചെയ്തിരുന്നതായിരുന്നു. വീണ്ടും സ്റ്റുവർട്ട്, കട്ടക്കിലെ സ്റ്റുവർട്ട് സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്, അവിടത്തേക്ക് എങ്ങനെയോ അവർക്ക് പിന്നെയും ജോലി കിട്ടി. അത് അവർ ഫ്രണ്ട്ഷിപ്പ് മുഖാന്തരം ജോലി കിട്ടി. അങ്ങനെ അവർ നമുക്ക് വേണ്ടി ജോലിക്ക് പോയി. അപ്പോൾ ആ സമയത്താണ് മൂത്തമ്മക്ക്, നമ്മൾ പോയ ഉടനെയാണ് മൂത്തമ്മൻ്റെ കുട്ടി ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ എല്ലാം അഞ്ചെത്തിയാകും. ആ കുട്ടിയെ നമ്മൾ പോയ ശേഷം അപ്പം വേറെ ആളൊന്നുമില്ല, അവർ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നു. പിന്നെ കുറച്ച് കാലം നമ്മൾ തന്നെ വേറെ പെണ്ണുങ്ങളൊന്നും വന്നതായിട്ട് ഓർമ്മയില്ല. നമ്മളെല്ലാം തന്നെ ചെറിയ കുട്ടിയെ എല്ലാം നോക്കി, നമ്മൾ എല്ലാം അവരൊന്നും സ്വന്തം തന്നെ നോക്കും. അവർക്ക് അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയാണ്, ഇതുപോലെ 100 ആൾ ആവശ്യമൊന്നുമില്ല. അവർ നോക്കി. പിന്നെ ജോലിക്ക് പോകാൻ തുടങ്ങിയാൽ പിന്നെ കുട്ടിയെ നോക്കേണ്ട പണി നമുക്കായി. കുട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റർ, യങ്ങർ സിസ്റ്റർ. അങ്ങനെ നമ്മൾ അങ്ങനെ വലിയ വിഷമമില്ലാതെ അവർക്ക് വരുമാനമായി അങ്ങനെ ജീവിച്ച് പോയി. കുറേ വർഷങ്ങളും കഴിഞ്ഞ് പോയി. ഒറീസയിൽ എത്ര വർഷം ഉണ്ടായിരുന്നെന്ന് കൃത്യമായി ഓർമ്മയില്ല. എന്തായാലും ഒരു 4-5 വർഷം ഒറീസയിൽ അടുപ്പൊന്നുമില്ല. അവിടെ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് മോളെ നോക്കി. പിന്നെ എൻ്റെ ഏട്ടൻ പിന്നെ അത്യാവശ്യം ടയർ കമ്പനിയിൽ, മൂത്തച്ഛൻ്റെ ടയർ കമ്പനിയിൽ സഹായിക്കാനൊക്കെ പോകും. അതിലിടയ്ക്ക് 2-3 കമ്പനി മാറ്റങ്ങളെല്ലാം വന്നു. കമ്പനി ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറി, അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറി, അതൊക്കെ ഉണ്ടായി. അപ്പോൾ ആ സമയത്തൊക്കെ ഏട്ടനൊക്കെ നല്ല ക്ലവറാണ്. ഏട്ടൻ അന്ന് നമ്മൾക്കെല്ലാം അത്രയും വിദ്യാഭ്യാസമേ ഉള്ളൂ. എനിക്ക് 7ാം ക്ലാസ് കഴിഞ്ഞ്, ഏട്ടനും അതേപോലെ 6ാം ക്ലാസ് കഴിഞ്ഞ്, എൻ്റെ 5ാം ക്ലാസ് അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ആ വിദ്യാഭ്യാസം വെച്ചിട്ടാണ് ഒറീസയിൽ പോകുന്നത്. പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ഭർത്താവിൻ്റെ ആൾക്കാർ കുറച്ച് ഏട്ടനെല്ലാം അവിടെ ടയർ കമ്പനിയിൽ സജീവമായപ്പോൾ ടയർ കമ്പനിയൊക്കെ കുറച്ചുകൂടി ഒന്ന് ഉഷാറായി. അവരവിടെ അപ്പോഴത്തേക്ക് ഇവരൊന്ന് വിട്ടുപോയിരുന്ന അവരെ അവരൊക്കെ വന്നു. അപ്പോൾ പിന്നെ നമ്മൾക്ക് ഒരു അധികപ്പറ്റായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഉർവശി ശാപം ഉപകാരം എന്ന പോലെ അവിടെ നിന്ന് നാട് വിടയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. ഇവിടെ നമ്മുടെ ഒരു മച്ചുവിനുണ്ട്, അയാളുടെ അടുത്താണ് വന്നത്. പക്ഷേ അധികാലം ഇദ്ദേഹത്തോട് ജീവിക്കാൻ പറ്റിയില്ല. അതും പ്രശ്നങ്ങൾ വേറെയുണ്ട്, അതൊന്നും ഇവിടെ പരസ്യമാക്കുന്നില്ല. അപ്പോൾ വന്നിട്ട് പിന്നെ വീണ്ടും ഒരു JTS പിന്നെ നമ്മൾ 7ാം ക്ലാസ് പാസ്സായിട്ടാണ് പോയത്. ഞാൻ JTS ചേർന്നു. ഒരു കിഴുത്തള്ളി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടുത്തെ ഒരു സ്കൂളിൽ ചേർന്നു. ഏട്ടൻ പിന്നെ പ്രൈവറ്റായിട്ട് പഠിച്ചു. അങ്ങനെ ഏട്ടൻ SLC പ്രൈവറ്റായിട്ട് പാസ്സായി. ഞാൻ JTS കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞു, 2 വർഷം പ്രീ ഡിഗ്രി കഴിഞ്ഞു. പിന്നെ ITയിൽ 2 വർഷം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ
ഒരു ജോലിയൊക്കെ ചെറിയ ആദ്യം ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി കിട്ടി, അങ്ങനെയൊക്കെയുള്ളതാണ് നമ്മുടെ കഥകൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ PSC പരീക്ഷയ്ക്ക് എഴുതുമായിരുന്നു. എൻ്റെ അനുജനും അതേപോലെ ഒരു IT ഒക്കെ കഴിഞ്ഞ് IT എല്ലാം കഴിഞ്ഞ് അതിലൊക്കെ അപ്പോഴെല്ലാം നമ്മൾ മൂത്തമ്മയാണ് നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. IT ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അവന് ഒരു കമ്പനിയിൽ ജോലി കിട്ടി. എനിക്ക് ഒരു ISRO ഞാൻ പോയിന്, പക്ഷേ എനിക്ക് അവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ജീവിത പ്രശ്നമുണ്ടല്ലോ, ഒരു സ്വന്തം വരുമാനം വേണ്ട. അവിടെ നിന്ന് വിട്ടു. കാഞ്ഞങ്ങാട് പോളിടെക്നിക്കിൽ എനിക്ക് JTSൽ ഫസ്റ്റ് ക്ലാസ്സായി പാസ്സായതിൻ്റെ ബേസിൽ ഒരു വർക്ക്ഷോപ്പ് അസിസ്റ്റൻ്റായി ജോലി കിട്ടി. അങ്ങനെ ജോലി കിട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. വേറെയും ജോലികൾ ചെയ്തിരുന്നു. ഒരു മാഷ പണിയെടുത്തിരുന്നു. ഇത് റേഡിയോ മെക്കാനിസമാണ് ITയിൽ പഠിച്ചിരുന്നത്. അതിൻ്റെ ഒരു മാസ്റ്ററായിട്ട് പാപ്പിനിശ്ശേരിയിലും പഠിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് കോടതിയിൽ പിന്നെ PSC നിയമനം കിട്ടും. ഞാനതിലിടക്ക് നമ്മൾ വെറുതെ ഇരിക്കില്ല, ജോലിക്ക് പോകുമെങ്കിലും ഇന്നത്തെ പോലെ കോച്ചിങ്ങും കാര്യമൊന്നുമില്ല. PSC ഗൈഡ് വാങ്ങി വായിക്കും. പിന്നെ ഒരു ഗംഗാധരൻ എന്ന് പറഞ്ഞ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവർ ഓരോ കാര്യങ്ങൾ പഠനത്തിൽ സഹായിക്കുമായിരുന്നു. അങ്ങനെ അതിൽ പിന്നെ കോടതിയിൽ ജോലി കിട്ടി. തലശ്ശേരി ഒരു സബ് കോടതിയിൽ ജോലി കിട്ടി. അവിടെ അന്നേരം നമ്മളെ എക്സ്പെർട്ടി വിധിയായത് കാരണമാണ് നമ്മളുടെ ജീവിതം ഇങ്ങനെ ഒരു ജീവിതത്തിൻ്റെ പാത വഴിതിരിഞ്ഞു പോയത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ കോടതിയിൽ എനിക്ക് കിട്ടിയത് LAR എന്ന് പറയും, ലാൻഡ് അക്വിസിഷൻ റെഫറൻസ് എന്ന. ആ സമയത്ത് ഏഴിമല നാവൽ അക്കാഡമിയിലേക്ക് സ്ഥലമേറ്റെടുത്തതിൻ്റെ പേരിൽ എൻഹാൻസ്മെൻറ്റ് പെറ്റീഷൻസ് ധാരാളം ഉണ്ടായിരുന്നു. അത് കൈകാര്യം ചെയ്യുന്ന സീറ്റിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഒരു പേജിൽ തന്നെ ഒരു കേസിൽ തന്നെ ഒരു 100-150 ആളെല്ലാം പേരൊക്കെ ഉണ്ടാവും. അതൊക്കെ എഴുതി രാത്രി ചിലപ്പോൾ 9 മണി എല്ലാം 9:30 വരെ ഇരുന്ന സമയമുണ്ട്. പഴയ ബിൽഡിങ്ങാണ് അന്നത്തെ തലശ്ശേരി സബ് കോടതി ബിൽഡിംഗ്, പഴയ ബിൽഡിങ്ങാണ്. ആ പഴയ ബിൽഡിങ്ങിൽ പേടിയാവും, ഒറ്റക്ക് അത്യാവശ്യം പ്രേതമുണ്ട്. രാത്രി പകൽ വലിയ അയലുപോലത്തെ ചേരയൊക്കെ കയറി ഇറങ്ങുന്ന അങ്ങനത്തെ പഴയ ബിൽഡിംഗ് അല്ല. അന്നേരം അങ്ങനെയെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം പേടിയുണ്ട്. എന്നാൽ പക്ഷേ എൻ്റെ ജോലിയല്ലേ, അപ്പം അങ്ങനെ ഇരുന്ന് ജോലി ഒറ്റയ്ക്ക് ചെയ്യാം. പിന്നെ വാച്ച്മാൻമാരുടെ അടുത്ത് വന്ന് എന്നെ നോക്കും. അങ്ങനെ ഇരിക്കുക ഒരു ദിവസം നമ്മളിപ്പം എഴുതിയിട്ട് ഇപ്പം പിന്നെ അധികം നമ്മളതിൽ വരുന്നത് വക്കീലുമാരല്ല, ഗവൺമെൻറ് പ്ലീഡേഴ്സിൻ്റെ മെമ്മോ ഓഫ് അപ്പിയറൻസ്. അവർ വക്കാലത്തിന് പകരം അങ്ങനെ മെമ്മോ ഓഫ് അപ്പിയറൻസ് അത് ഫയൽ ചെയ്യുക. ഒരു കക്ഷിയൊക്കെ ഉണ്ട്. വക്കാലത്തിന് പകരം മെമ്മോ ഓഫ് അപ്പിയറൻസ് എന്ന് പറഞ്ഞ് അതാണ്. അത്രയും എനിക്ക് ചെറിയ ഒറ്റ വർഷം ഞാൻ അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ നിന്ന് പിന്നെ ഞാൻ എനിക്ക് വേറെ ജോലി കിട്ടി വേറെ പോയി. അപ്പോൾ അതിൻ്റെ പറയ വക്കാലത്ത് നമ്മൾ ഈ വക്കാലത്തെല്ലാം കിട്ടിയാൽ നോട്ട് എഴുതി വെക്കാൽ നമ്മളെ ക്ലർക്കിൻ്റെ വഴി സമൻസ് സർവ്ഡ് സമൻസ് നമ്മൾ സമൻസ് അയക്കുമല്ലോ, സമൻസ് സേവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മെമ്മോ ഓഫ് അപ്പിയറൻസ് നോട്ട് ഫയൽഡ് എന്ന് എഴുതി ഞാൻ. കാരണം ഞാൻ എഴുതി നോക്കുമ്പോൾ ഈ പറഞ്ഞ ഒരു ചെറിയൊരു കടലാസാണ് ഈ വക്കാലത്തിന് പകരമുള്ള മെമ്മോ ഓഫ് അപ്പിയറൻസ്. ഗവൺമെൻറ് പ്ലീറ്ററാണ് ചെയ്യേണ്ടത്. അവരത് ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ കണ്ടില്ല. ഞാനത് ഇങ്ങനെ എഴുതി, നോട്ട് എഴുതി. അതായത് സമൻസ് റിസീവ്ഡ് മെമ്മോ ഓഫ് നോട്ട് ഫയൽഡ്, മെമ്മോ ഓഫ് അപ്പിയറൻസ് നോട്ട് ഫയൽഡ്, അങ്ങനെയാണ് എൻ്റെ ഓർമ്മ എഴുതി. അപ്പോൾ ജഡ്ജി എങ്ങനെയാണെന്നറിയില്ല, ഗവൺമെൻറ് പ്ലീറ്റർ ഓഫീസിൽ നിന്ന് കാണാൻ ഒരു പ്യൂൺ ഓടി വരും. നിങ്ങളെന്ത് പണിയെടുത്ത് നമ്മളെന്താ മെമ്മോ ഫയൽ ചെയ്തിട്ടില്ലേ, നിങ്ങൾ ഫയൽ ചെയ്തിട്ടില്ല എന്നിട്ട് എഴുതിന് ഞാൻ. അപ്പോൾ അവിടെ കുറേ കേസ് കെട്ടുകൾ ഇങ്ങനെ എൻ്റെ മെച്ചപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഓരോന്നായിട്ട് പരിശോധിക്കുമ്പോൾ ഒരു കേസ് കെട്ടിൻ്റെ അടിയിൽ അത്രയുള്ളൊരു കള്ളാസാണ് പറ്റി പിടിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ മെമ്മോ ഓഫ് അപ്പിയറൻസ്. ഞാനാകെ കണ്ടപ്പാട് ഞാനാകെ തളർന്നു പോയി. അപ്പോൾ അയാളോട് ഞാൻ എന്താ വേണ്ടത് ഇനിയിപ്പോൾ ഇപ്പം ചെയ്യാമെന്നിങ്ങനെ വിചാരിച്ച് ചോദിച്ചു. അയാൾ നിങ്ങൾ വേഗം പോയിട്ട് ജഡ്ജിയോട് പറ. സബ് കോടതി ജഡ്ജി അന്നത്തെ ഒരു പ്രഗത്ഭനായ ആളായിരുന്നു, ഭയങ്കര ദേശക്കാരനാണ്. പോയി പറഞ്ഞു, സാർ ഇങ്ങനെ
നമ്മ എൻ്റെ ശ്രദ്ധയപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പൈലറ്റിലാണ് എഴുതിയത്. അപ്പോൾ അയാൾക്ക് ദേഷ്യം പിടിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്താ താനൊക്കെ എവിടെ നോക്കിയിട്ടാണ് ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ എന്താ പാട് അത് ഓർഡർ ആകുന്നതിന് മുമ്പേ ആയതുകൊണ്ട് എൻ്റെ ഭാഗ്യം രക്ഷപ്പെട്ടു. അല്ലെ ചിലപ്പം ജോലി തന്നെ തെറിച്ചു പോകുമായിരുന്നു. അങ്ങനെ അദ്ദേഹം എന്തെല്ലോ ആക്കി അതിൻ്റെ വിഷം കഴിച്ചായിരുന്നു. അതായത് എപ്പിയർ ചെയ്ത് അതേമാതിരി അക്കി എഴുതി വെച്ച് സുഖമോട്ടോ അങ്ങനെ എന്തെല്ലാം പറഞ്ഞ കോടതി ഭാഷയാണെന്ന് നമുക്ക് ഓർമ്മയില്ല. പെറൂസൽ സുഖമോട്ടോ എന്നെല്ലാം പേരുണ്ട്. അതങ്ങനെയെല്ലാം എഴുതി അതിൻ്റെ വിഷം കഴിച്ചാണ്. അങ്ങനെ ജീവിതത്തിൽ എക്സ്പാർട്ടി വിധി കൊണ്ട് ഉണ്ടായ ഞാൻ എത്തിപ്പെടുന്നത് കോടതിയിൽ. അത് ജില്ലാ കോടതിയിലല്ല, ജില്ലാ കോടതിയിലായിരുന്നു ഞങ്ങളെ വിധി പറഞ്ഞത്. പക്ഷേ ഞാൻ എത്തിയത് അതിൻ്റെ സബ് കോടതിയിലാണ് എത്തിയത്. ആ കോടതിയിൽ തന്നെ ഞാൻ മുഖാന്തരം ഒരു എക്സ്പാർട്ടി ആകുമായിരുന്നു. പക്ഷേ ദൈവം ഇടപെട്ടു. ആ ജീവനക്കാരൻ്റെ രൂപത്തിൽ ആ സമയത്ത് വന്നുകൊണ്ട് ഞാനത് ജഡ്ജി ശ്രദ്ധയിൽപ്പെടുത്തുവാനും അത് ശരിയായ രൂപത്തിലാക്കുവാനും കഴിഞ്ഞു. അങ്ങനെ ജീവിതത്തിലുണ്ടായ ശരിയായ 2 എക്സ്പാർട്ടി വിധികളെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ശശിധരൻസ് വ്ലോഗിൻ്റെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഏവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.